രക്ഷ രക്ഷ ഹലോ ആർക്കറിയുന്നേ? ഇത് പേരക്ക ഐസ്ക്രീമാണ്. അടിപൊളി ടേസ്റ്റാണ്. നല്ല കളി. ദൈവമേ, ഇതെന്റെ ആദ്യത്തെ വ്ലോഗാണ്. ഒന്ന് മിനിച്ചേക്കണേ. ഇപ്പൊ കം ടു ദ പോയിന്റ്. ഫ്രണ്ട്സ്, നമ്മുടെ വെക്കേഷൻ ഒക്കെ തീരാറായി. അപ്പോഴാണ് മേയ പറഞ്ഞത് നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോയാലോ. അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഇപ്പൊ വടകര ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബസ്സിനായി കാത്തു നിൽക്കാണ്. കിസ പറഞ്ഞ് കൊയിലാണ്ടി സ്റ്റാൻഡ് എത്തിയതറിഞ്ഞില്ല. ഇനി പാപ്പന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ. ഇതാ പാപ്പൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു വഴിയിലൂടെ നീളം. ഇതാ ഫൈനലി ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ അവിടെ എത്തിയ ഉടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. രാവിലെ ഇറങ്ങിയോണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ചെറിയൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഞാനൊരു ബൂസ്റ്റും പഴംപൊരിയും കഴിച്ചിട്ടോ. ഇവിടെ ഇതുപോലത്തെ 2-3 ചെറിയ കടകളുണ്ട്. അവിടെ മെയിൻ ആയിട്ട് ഉപ്പിലിട്ടതും ഐസ്ക്രീം ഒക്കെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് ഏറെക്കുറെ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മൾ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് ഉള്ളിലേക്ക് പോവാണ്. പണ്ട് ഈ സ്ഥലത്തെ കുറിച്ച് അധികം ആൾക്കാർക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോ ഇത് കോഴിക്കോട് ജില്ലയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി മാറിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പൊ ഇതെന്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കരിയാത്തും പറയലാണ്. നല്ല അടിപൊളി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കം, ലെറ്റ്സ് ഗോ. ഇവിടെ ഫുള്ള് നല്ല സൗണ്ട്. പാപ്പനും രക്ഷ അങ്ങനെയല്ലേ. ഇന്ന് നല്ല വെതറാണ് കേട്ടോ. അധികം വെയിലും ഇല്ല. ചെറിയ രീതിയിൽ നല്ല മഴക്കാറും ഉണ്ട്. നല്ല രസമാണ് കേട്ടോ. രക്ഷ രക്ഷ ഹലോ, ഇറങ്ങട്ടെ. രക്ഷക്കാദ്യം വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അവള് അവിടെ നല്ലോണം എൻജോയ് ചെയ്തു. ശരത്തപ്പ എനിക്ക് കുറച്ച് നീന്തൽ ടെക്നിക് ഒക്കെ പഠിപ്പിച്ചത്. നീന്തൽ പഠിക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അവിടെ കുറെ മീനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫിഷ് സ്പാ ഒക്കെ ചെയ്തു. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുകയാണ്. അങ്ങോട്ടാണ് ആഴമുള്ള, ഇവിടെ അങ്ങോട്ട് ആഴമില്ല. ഇവിടെ ആഴമുണ്ട്, പക്ഷെ അത്ര ആഴമൊന്നുമില്ല. എന്റെ എല്ലാവർക്കും അറിയാലോ. ആർക്കറിയുന്നേ? അവിടെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഇതാ നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ്. അവിടെ വെറൈറ്റി ഫ്ലേവറുള്ള ഐസ്ക്രീം കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. രണ്ട് പേർക്ക് ഒരു സ്ട്രോബെറിയാണ്. ഒരു സ്ട്രോബെറി. ഇത് പേരക്ക ഐസ്ക്രീമാണ്. അടിപൊളി ടേസ്റ്റാ. പേരക്കയുടെ അതേ ഫ്ലേവർ ഉണ്ട്. ഇപ്പൊ സമയം 4 മണിയായി. നമ്മൾ ഇതുവരെ ലഞ്ച് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാൻ 14th പോയത്.
ഗായ്സ്, എന്റെ ചെവിയിൽ വെള്ളം കയറി ഗായ്സ്. കിട്ടണം ഗൈസ് ഇവൾക്ക്. അങ്ങനെ നമ്മൾ ഒരു അൽഫാം മന്തി അങ്ങ് ഓർഡർ ചെയ്തു ഗൈസ്. നമ്മളെ മന്തി വന്നിട്ടുണ്ടേ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, അടിപൊളി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ശരത്താപ്പന്റെ വീട്ടിലേക്കാണ്. അന്നാണെങ്കിലോ ഒടുക്കത്തെ മഴ, അതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ നമ്മൾ ചുമ്മാ നടക്കാനിറങ്ങി. ഇവിടെ വയലിലൊക്കെ ഭയങ്കര വെള്ളമാണ്. അത്രയും ശക്തമായ മഴയാണ് ഇന്നലെ ഇവിടെ പെയ്തത്. ഇതവിടെ അടുത്തുള്ള ഒരു തോടാണ്. ഇവിടെയും ഫുള്ള് വെള്ളം നിറഞ്ഞു കിടക്കാണ്. നടന്നിട്ട് പോയിട്ട് നിങ്ങളെ ഗായ്സ്, ഇതൊരു തോടാണ്. ഇങ്ങനെ നല്ല മഴ പെയ്തിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് നമ്മൾ ചോമ്പാൽ കടപ്പുറത്ത് കയറി അവിടുന്ന് കുറച്ചു നേരം കളിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ കാഴ്ചകളുമായി കാണുന്നവരെ ബൈ.